എല്ലാ വിദ്യാർത്ഥികൾക്കും ജിയോഗ്രഫിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ച ഭാഗത്ത് നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ ചില ചോദ്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു, ചില ഹോംവർക്കുകൾ, 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഉത്തരം പല ആളുകളും മെസ്സേജ് അയച്ചു. ചില ആളുകളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, എന്നാൽ ചില ആളുകൾ ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് ചില ആളുകൾക്ക് ഇപ്പോഴും ചെറിയ സംശയങ്ങളുണ്ട്. പിന്നെ ഒരു ചോദ്യത്തിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു ചോദ്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ 2 ചോദ്യവും ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: 20 ഡിഗ്രി ഈസ്റ്റിൽ കിഴക്ക് 2 PM ആയിരിക്കുന്ന സമയത്ത് 65 ഡിഗ്രി അഥവാ 65 ഡിഗ്രി ഈസ്റ്റിൽ കിഴക്ക് എത്രയാണ് സമയം? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്താണ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ട്. അപ്പൊ ആദ്യം നമുക്ക് തന്നിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡ് വരയ്ക്കാം. അത് നമുക്ക് 20 ഡിഗ്രി ഈസ്റ്റ്. അപ്പൊ 20 ഡിഗ്രി ഈസ്റ്റിൽ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, 20 ഡിഗ്രി ഈസ്റ്റ് കിഴക്ക്. സമയം എത്രയാണ്? 2 PM അല്ലെ? 2 PM ആണ് ഇപ്പൊ സമയം തന്നത്. ഇനി നമ്മള് 65 ഡിഗ്രിയിൽ കാണാം. അപ്പൊ ഈസ്റ്റ് ആവുന്ന സമയത്ത് വലത്തോട്ടേക്കാ പോകും. അപ്പൊ ഇതിന്റെ വലത് ഭാഗത്തേക്ക് എന്ത് ചെയ്യാം? വേറൊരു ലൈൻ വരയ്ക്കുക. 65 ഡിഗ്രി ഈസ്റ്റിലേതാണ് കാണേണ്ടത്. അപ്പൊ ഇവിടത്തെ സമയമാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ സ്റ്റെപ്പാണ്. ആദ്യം പറഞ്ഞ ഈ ഡിഗ്രികൾ തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം കാണുക എന്നുള്ളത്. ഓക്കെ, ഡിഗ്രികൾ തമ്മിലുള്ള ഡിഫറൻസ് 65 ഡിഗ്രിയിൽ നിന്ന് 20 ഡിഗ്രി മൈനസ് ചെയ്താൽ മതി അല്ലെ? വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യും. അപ്പൊ 65 മൈനസ് 20 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 45 ഡിഗ്രി എന്ന് കിട്ടും അല്ലെ? 45 ഡിഗ്രി. ഇനി ഇത് കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? നമ്മള് ഈ കിട്ടിയ ലോഞ്ചിറ്റ്യൂഡൽ ഡിസ്റ്റൻസിനെ, രേഖാംശ രേഖ വ്യത്യാസത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇൻറ്റു 4 ചെയ്യും അല്ലെ? 45 ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 180 മിനിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, 180 മിനിറ്റ്സ് അഥവാ 180 മിനിറ്റ് എന്ന് കിട്ടും. നമുക്കറിയാം 180 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂറാണ്. 3 ഹവർ ആണ് അല്ലെ? 3 മണിക്കൂറാണ് അഥവാ 3 ഹവേഴ്സ് ആണ്. അപ്പം 3 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്ലസ് ആണ് ചെയ്യേണ്ടത്. കിഴക്ക് ഭാഗമാണ്, ഈസ്റ്റ് ഭാഗമാണ്. അപ്പൊ നമ്മൾ ഈ സമയത്തിലേക്ക് ആഡ് ചെയ്യണം. 2 PM 3 ഹവേഴ്സ് ആഡ് ചെയ്താൽ, കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 5 എന്ന് കിട്ടും അല്ലെ? 5 PM എന്ന് കിട്ടും. 5 PM എന്നാണ് ആൻസർ കിട്ടുക. അപ്പൊ ഇതാണ് ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. രണ്ടാമത്തെ ചോദ്യം 120 വെസ്റ്റിൽ, 120 ഡിഗ്രി വെസ്റ്റ് അഥവാ 120 ഡിഗ്രി പടിഞ്ഞാറ് 11 PM ആയിരിക്കുന്ന സമയത്ത് 60 ഡിഗ്രി വെസ്റ്റ് അഥവാ 60 ഡിഗ്രി പടിഞ്ഞാറിലെ സമയം എത്ര എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നത് ആദ്യം നമുക്ക് തന്നിട്ടുള്ള 120 ഡിഗ്രി ആണല്ലേ? 120 ഡിഗ്രി ഈസ്റ്റ് ആണ് തന്നിട്ടുള്ളത് അല്ലെ? 120 ഡിഗ്രി, സോറി, ഈസ്റ്റ് അല്ല, വെസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, വെസ്റ്റ് എത്ര സമയം? 11 PM ആണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് അവിടെ 60 ഡിഗ്രി വെസ്റ്റ്. അപ്പൊ 60 ഡിഗ്രി എന്ന് പറയുന്നത് 120 ഈ ഭാഗത്തായിരിക്കും, ഇങ്ങോട്ടേക്കായിരിക്കും അല്ലെ? ഇവിടെ നിന്ന് തുടങ്ങുക 0 1 2 3 ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും അല്ലെ? അപ്പൊ ഈ ഭാഗത്തായിരിക്കും 60 ഡിഗ്രി ഉണ്ടായിരിക്കുക. 60 ഡിഗ്രി വെസ്റ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് തിരിച്ചായിരുന്നു നമ്മൾ വെസ്റ്റിലോക്കുള്ള ഏരിയ. ചോദ്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, 2 ഭാഗത്തും കൃത്യമായിട്ടുള്ള ചോദ്യമില്ലായിരുന്നു. പിന്നീട് ഞാൻ ആ ഒരു കറക്ഷൻ തിരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കാം. അപ്പൊ 60 ഇനി 50 ഇവിടെ ആയിരിക്കും, 40 ഇവിടെ ആയിരിക്കും, ഇങ്ങനെ പോവാം. പിന്നെ ഇങ്ങോട്ടേക്കായിരിക്കും കൂടി വരും. ഓക്കെ, വെസ്റ്റിലൂടെ. അപ്പൊ ഇവിടുത്തെ സമയമാണ് നമുക്ക് കാണാനുള്ളത്. 60 ഡിഗ്രിയിലെ സമയമാണ് കാണാനുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡ് ഡിഫറൻസ് കാണാം. 120ൽ നിന്ന് ഇത് ചെയ്യാം, 60 മൈനസ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം 60 എന്ന് തന്നെ കിട്ടുക. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള 60 എന്ത് ചെയ്യാം? 60 ഇൻറ്റു 4 അല്ലെ? നമുക്ക് കിട്ടിയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡ് ഡിഫറൻസിനെ രേഖാംശീയ വ്യത്യാസത്തിൽ 4 കൊണ്ട് ഗുണിക്കാം. അപ്പൊ 60നെ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 240 മിനിറ്റ് എന്ന് കിട്ടും അല്ലെ? 240 മിനിറ്റ് അഥവാ 4 ഹവർ, 4 മണിക്കൂർ എന്ന് കിട്ടും. 4 മണിക്കൂർ എന്നാണ് കിട്ടുക. ഇനി നോക്കാം, നമ്മള് ഇത് പടിഞ്ഞാറോട്ടുള്ള സ്ഥലമാണ്. പക്ഷെ 120ന്റെ കിഴക്കാണ് ഏതുള്ളത്? 60. ഇങ്ങോട്ടേക്കാണ് പടിഞ്ഞാറ്. പക്ഷെ ഈ 60 ഇപ്പൊ എവിടെയുള്ളത്? 120ന്റെ കിഴക്ക് ഭാഗത്താണ്, ഈസ്റ്റ് ഭാഗത്താണ്. അതുകൊണ്ട് നമ്മൾ സമയം കൂട്ടാണ് ചെയ്യേണ്ടത്. കിഴക്കോട്ട് പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? സമയം കൂട്ടി. ഇനി ഈ ഭാഗത്തുള്ള സ്ഥലമാണ് 120, ഇപ്പൊ 130 ആണ്. ഇങ്ങോട്ടേക്ക് പോവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് സമയം കുറക്കാമായിരുന്നു പടിഞ്ഞാറോട്ട്. പക്ഷെ എന്താണ്? 120 ഡിഗ്രി വെസ്റ്റിന്റെ
ഈസ്റ്റേൺ ഭാഗത്താണ് ഇതിൽ 60 ഡിഗ്രി. ഇങ്ങോട്ടേക്ക് വലത്തോട്ടേക്ക് പോകാറുണ്ടാണ് ഈസ്റ്റ്, അങ്ങോട്ടേക്ക് സമയം കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് സമയം 4 മണിക്കൂർ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പൊ 11 മണിയിലേക്ക് എന്ത് ചെയ്യാം, 4 മണിക്കൂർ കൂട്ടി എന്താ കിട്ടുക, 3 ഇവിടെ PM എന്നുള്ള എന്തായിട്ട് മാറും, AM എന്നായിട്ട് മാറും. ഓക്കെ, 11, 12, 1, 2, 3 അഥവാ 4 മണിക്കൂർ കൂട്ടി കഴിഞ്ഞപ്പോ 11 PM എന്നുള്ള 12 മണി ക്രോസ് ചെയ്ത സമയത്ത് AM ആയിട്ട് മാറും. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ. അപ്പൊ നിങ്ങൾ ചെയ്തത് എല്ലാവരും ശരിയാണോ എന്ന് നോക്കുക. ഇനി ശരിയല്ലെങ്കിൽ ശരിയാക്കിയിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഇനി നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഗ്രീനിച്ച് ടൈം അഥവാ ഗ്രീൻവിച്ച് ടൈം എന്ന് പറയും. ഗ്രീനിച്ച് ടൈം എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് ഗ്രീനിച്ച് ടൈം എന്താണെന്നാണ്. ഗ്രീനിച്ച് ടൈം ആദ്യം അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞതാണ് ടൈം മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ലോഞ്ചിറ്റ്യൂഡ് ആണ് അഥവാ രേഖാംശ രേഖയാണ് കണക്കാക്കുക. ഇങ്ങനെ ഈ രൂപത്തിലുള്ള മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരച്ച രേഖകളെയാണ് രേഖാംശ രേഖ എന്ന് പറയുന്നത്. രേഖാംശ രേഖ, അക്ഷാംശ രേഖ, അല്ലെ, ലോഞ്ചിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ് എന്തൊക്കെയാ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അപ്പൊ ഇങ്ങനെ 0 ഡിഗ്രി ഇപ്പം ഭൂമിന്റെ സെന്ററിലൂടെ വരച്ചിട്ടുള്ള ഒരു ലൈൻ ഉണ്ടാവും. അതാണ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുക. 0 ഡിഗ്രി രേഖാംശ രേഖയെ വിളിക്കുന്ന പേരാണ് ഗ്രീനിച്ച് രേഖ അഥവാ ഗ്രീൻവിച്ച് മെറീഡിയൻ എന്ന് വിളിക്കുന്നു. 0 ഡിഗ്രി രേഖാംശ രേഖ വിളിക്കുന്ന പേരാണത് ഗ്രീനിച്ച് രേഖ. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് കോൾഡ് ഗ്രീൻവിച്ച് മെറീഡിയൻ. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ഗ്രീനിച്ച് മെറീഡിയൻ അല്ലെങ്കിൽ ഗ്രീനിച്ച് ലൈൻ എന്ന് വിളിക്കുന്നത്. ഈ ഗ്രീനിച്ച് ലൈനിൽ കണക്കാക്കിയ സമയത്തെയാണ് നമ്മൾ ഗ്രീൻവിച്ച് ടൈം എന്ന് പറയാം. ഗ്രീനിച്ച് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ഡിഗ്രി രേഖാംശ രേഖയിൽ കണക്കാക്കിയ സമയത്തെയാണ് എന്ത് പറയുന്നത്? ഗ്രീനിച്ച് ടൈം അഥവാ ഗ്രീൻവിച്ച് സമയം എന്ന് പറയുന്നത്. ടൈം മെഷേർഡ് ഓർ കാൽക്കുലേറ്റഡ് ഇൻ ദ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് കോൾഡ് ഗ്രീനിച്ച് ടൈം. 0 ഡിഗ്രി ഇവിടെ ഇപ്പൊ എത്രയാണോ സമയം, ഇവിടെ 10 മണിയാണെങ്കിൽ അതാണ് ഗ്രീനിച്ച് ടൈം. 0 ഡിഗ്രിയിലുള്ള സമയം എന്താണ്, 0 ഡിഗ്രി രേഖാംശ രേഖയിൽ കണക്കാക്കുന്ന സമയം എത്രയാണോ ആ സമയത്തെയാണ് നമ്മൾ ഇത് പറയുന്നത് ഗ്രീനിച്ച് ടൈം അഥവാ ഗ്രീനിച്ച് സമയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ലൈനിന് ഗ്രീൻവിച്ച് എന്ന് പേര് വരാൻ കാരണം എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഈ ലൈൻ പാസ് ചെയ്യുന്നത് ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്തിലൂടെയാണ്. ഈ ലൈൻ പാസ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഇംഗ്ലണ്ടിലുള്ള ഗ്രീൻവിച്ച് എന്ന് പറയുന്ന സ്ഥലത്തിലൂടെയാണ് ഈ ലൈന് പാസ് ചെയ്യുന്നത്. അങ്ങനെ ആ സ്ഥലം തന്നെ എടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ജോഗ്രഫിയിൽ ഭൂമിശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനമുള്ള സ്ഥലമാണ് ദ റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി. റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്നത് ഈ ഗ്രീനിച്ചിലാണ്. ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ സ്ഥലം തന്നെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്, തിരഞ്ഞെടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈ സ്ഥലത്തിന് പേര് വരാൻ, ഗ്രീനിച്ച് എന്ന് പേര് വരാനുള്ള കാരണം എന്താണ്? ഇംഗ്ലണ്ടിലുള്ള ഗ്രീനിച്ച് എന്ന സ്ഥലത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ രേഖ കടന്നു പോകുന്നത്. 0 ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോകുന്നത് ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ദ ലൈൻ ഗോട്ട് ദ നെയിം ഗ്രീൻവിച്ച് ഫ്രം ദ പ്ലേസ് ഗ്രീൻവിച്ച് ദർ ഈസ് ദ റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി സിറ്റുവേറ്റഡ് ഹിയർ. ആ സ്ഥലത്താണ് ഏതുള്ളത്? റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി എന്ന് പറയുന്ന റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ലൈൻ എന്ത് പേര് വന്നിട്ടുള്ളത്? ഗ്രീൻവിച്ച് ലൈൻ അഥവാ ഗ്രീനിച്ച് സമയം എന്ന് പേര് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ലൈനിന്റെ ബേസ് എന്താ? ഈ ലൈനിന്റെ പ്രത്യേകത, ഈ ലൈന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ലോകത്ത് എല്ലായിടത്തും സമയം കണക്കാക്കുന്നത് ഇതിന്റെ ബേസിലാണ്, ഗ്രീനിച്ച് ലൈനിന്റെ ബേസിലാണ്. ലോകത്ത് ഏതൊരു സ്ഥലത്തെയും സമയം കണക്കാക്കുന്നത് ഏതിന്റെ ബേസിലായിരിക്കും? ഗ്രീനിച്ച് ടൈമിന്റെ ബേസിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഗ്രീനിച്ച് ലൈന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, പ്രൈം മെറീഡിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. പ്രൈം മെറീഡിയൻ. കാരണം എന്താണ്? പ്രൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈൻ എന്നാണ് അതിന്റെ മീനിങ്. പ്രൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ പ്രൈം മെറീഡിയൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? ലോകത്ത് എല്ലായിടത്തുമുള്ള, എല്ലാ രാജ്യങ്ങളിലുമുള്ള, എല്ലാ സ്ഥലത്തുള്ള സമയം കണക്കാക്കുന്നത് ഏത് സമയത്തിന്റെ ബേസിലാണ്? ഗ്രീനിച്ച് സമയത്തിന്റെ ബേസിലാണ്. ഓക്കെ, ദ ടൈം കാൽക്കുലേറ്റഡ് വേൾഡ് വൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഗ്രീനിച്ച് ടൈം. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ്
പ്രൈം മെറീഡിയൻ. ലോകത്തെല്ലായിടത്തും സമയം കണക്കാക്കുന്നത് ഏതിന്റെ ബേസിലായിരിക്കും? ഗ്രീനിഷ് ലൈനിന്റെ ബേസിലായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ വിളിക്കുന്നത് പ്രൈം മെറീഡിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗ്രീനിഷ് ടൈം എന്ന കോൺസെപ്റ്റ് എന്താന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സമയമേഖലകൾ എന്താണെന്നാണ്, അഥവാ ടൈം സോൺസ്. സമയമേഖലകൾ അഥവാ ടൈം സോൺ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോ ലോകത്ത് ഈ രൂപത്തിൽ നമ്മുടെ ഭൂമിയിൽ ഒരുപാട് ലൈൻസ് വരച്ചിട്ടുണ്ട്. അഥവാ 15 ഡിഗ്രി വ്യത്യാസത്തിൽ, ഇവിടെ 0 കഴിഞ്ഞ പിന്നെ 15 ഡിഗ്രി ഈസ്റ്റ്, പിന്നെ 30 ഡിഗ്രി ഈസ്റ്റ്, ഇങ്ങനെ പോകുന്ന 45 ഡിഗ്രി ഈസ്റ്റ്. ഈ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 15 ഡിഗ്രി രേഖാംശീയ വ്യത്യാസത്തിൽ ലോഞ്ചിറ്റ്യൂഡ് ഡിഫറൻസ് വരച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് 15 ഡിഗ്രി വെസ്റ്റ്, ഈ രൂപത്തിൽ പോകുന്ന 30 ഡിഗ്രി വെസ്റ്റ്, ഈ രൂപത്തിൽ പോകുന്ന ഒരുപാട് ഇങ്ങനെയുള്ള 24 ലൈൻസ് ആണ് വരച്ചിട്ടുള്ളത്. 24 ലൈൻസ്. ഓക്കെ, 24 രേഖകളാണ് വരച്ചിട്ടുള്ളത്. ഇതിന് ഓരോന്നിനും ഇതിന്റെ രേഖാംശീയ രേഖ വ്യത്യാസം എത്രയാണ്? 15 ഡിഗ്രി. ഓക്കെ, ഈച്ച് ഓഫ് ദം ഹാവ് 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡൽ ഡിഫറൻസ്. 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഡിഫറൻസിലാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ 0 ഡിഗ്രിയിൽ 10 മണി ആയിരിക്കുമ്പോ ഇവിടെ അല്ലെ 15 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 മണിക്കൂറാണ് അല്ലെ. ഭൂമി 1 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യുന്നതാണ് 15 ഡിഗ്രി. അല്ലെങ്കിൽ 15 ഡിഗ്രി ഭൂമിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ട സമയമാണ് 1 അവർ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 1 അവർ ആഡ് ചെയ്യാം. 10 മണിയിലേക്ക് 1 അവർ ഈസ്റ്റ് മാത്രം 1 അവർ എന്താണ്? 11. ഇങ്ങോട്ടേക്കോ 12 മണിയായിരിക്കും. ഇങ്ങോട്ടേക്കോ 1 ആയിരിക്കും, 1 മണിയായിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സമയം കൂടി പോകുന്നു, ഓരോ മണിക്കൂർ വ്യത്യാസം. ഇനി ഇങ്ങോട്ടേക്കോ ഇത് വെസ്റ്റ് ആണ്. വെസ്റ്റിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? 0 ഡിഗ്രിന്റെ വെസ്റ്റ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യണം? സമയം മൈനസ് ചെയ്യണം. 10 മണിയിൽ നിന്ന് 1 മണിക്കൂർ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 9 മണി. പിന്നെ വീണ്ടും 1 മണിക്കൂർ ചെന്ന് കിട്ടും 8 മണി. അപ്പൊ ഈ രൂപത്തില് സമയമേഖലകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ രൂപത്തിലാണ് സമയമേഖലകൾ. അപ്പൊ സമയമേഖല എന്ന് പറഞ്ഞാൽ ലോകത്ത് ഉള്ള സമയത്തെ നമ്മൾ, അല്ലെങ്കിൽ ലോകത്ത് സമയമേഖല 24 മേഖലകളാക്കി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അത് എത്രയാണ് അതിന്റെ ഡിഗ്രി വ്യത്യാസം എന്ന് പറയുന്നത്? 15 ഡിഗ്രി വ്യത്യാസം അല്ലെങ്കിൽ 1 മണിക്കൂർ വ്യത്യാസം. അപ്പൊ 15 ഡിഗ്രി വ്യത്യാസത്തിലും 1 മണിക്കൂർ വ്യത്യാസത്തിലുമുള്ള 24 രേഖകൾ നമ്മൾ ഇങ്ങനെ ലോകത്ത് എല്ലായിടത്തും കണക്കാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള 24 രേഖകളെ വിളിക്കുന്ന പേരാണ് ടൈം സോൺ അഥവാ സമയ മേഖലകൾ അഥവാ ടൈം സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗ്രീനിച്ച് സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തുള്ള എല്ലാ പ്രദേശങ്ങളിലും ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ നമ്മൾ എന്തിട്ടുണ്ട്? ലോകത്തെ മൊത്തത്തിൽ നമ്മൾ 24 സമയ മേഖലകളാക്കി തിരിച്ചിട്ടുണ്ട്. ഓരോ മണിക്കൂർ വ്യത്യാസത്തിലും അല്ലെങ്കിൽ 15 ഡിഗ്രി വ്യത്യാസത്തിലും. ഇതിനെയാണെന്ന് പറയുന്നത് സമയമേഖലകൾ. ഓക്കെ, ബേസ്ഡ് ഓൺ ഗ്രീൻവിച്ച് ടൈം the world is divided into 24 time zone, each of them having 1 hour distance or 15 degree longitudinal difference. 15 ഡിഗ്രി രേഖാംശീയ രേഖാ വ്യത്യാസവും 1 മണിക്കൂർ സമയ വ്യത്യാസത്തിലുള്ള 24 സമയ മേഖലകളാക്കി തിരിച്ചു. എന്തിന്റെ അടിസ്ഥാനത്തില്? ഗ്രീൻവിച്ച് രേഖയുടെ അടിസ്ഥാനത്തിൽ. ഇങ്ങനെ 24 രേഖകളെ വിളിക്കുന്ന പേരാണെന്ത്? ടൈം സോൺ അഥവാ സമയമേഖല. അപ്പൊ സമയമേഖല പ്രത്യേകം നമ്മൾ പറഞ്ഞില്ലേ, ഓരോ രേഖയിൽ നിന്നും അടുത്ത രേഖയിലേക്ക് പോകുമ്പോൾ 15 ഡിഗ്രി വ്യത്യാസമോ അല്ലെങ്കിൽ 1 മണിക്കൂർ വ്യത്യാസമോ ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതിനെയാണ് നമ്മൾ പറയുന്ന പേരാണ് ടൈം സോൺ അഥവാ സമയ മേഖലകൾ എന്ന് വിളിക്കുന്നു. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതാണ് സ്റ്റാൻഡേർഡ് ടൈം എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അഥവാ മാനക സമയം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സമയം എന്നൊക്കെ മലയാളത്തിൽ പറയും. സ്റ്റാൻഡേർഡ് ടൈം അഥവാ സ്റ്റാൻഡേർഡ് സമയം എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു സമയം പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രാദേശിക സമയം അഥവാ ലോക്കൽ ടൈം അല്ലെ. സൂര്യന്റെ ഉച്ചസ്ഥാനത്തെ അടിസ്ഥാനമാക്കിയുള്ള സമയത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്? പ്രാദേശിക സമയം അഥവാ ലോക്കൽ ടൈം. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സമയമാണ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഇന്ത്യന്റെ ബേസ് ആണ്, ഇന്ത്യയുടെ ഒരു ചോദ്യമാണ് അല്ലെ, ഇന്ത്യയിലുള്ള ചില സ്ഥലങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. അപ്പൊ ഇത് ഗുജറാത്ത് ഇപ്പൊ ഇന്ത്യയുടെ രേഖാംശീയ രേഖ വ്യത്യാസം ആദ്യം മനസ്സിലാക്കാം. ഇന്ത്യയുടെ രേഖാംശീയ രേഖ വ്യത്യാസം ഉള്ളത് ലോഞ്ചിറ്റ്യൂഡ് ഡിഫറൻസ് ഉള്ളത് 68 ഡിഗ്രി ഈസ്റ്റ് മുതൽ എവിടെ വരെയാണ്? 97 ഡിഗ്രി ഈസ്റ്റ്. അഥവാ ഗുജറാത്തിലുള്ളത് 68 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് ഈസ്റ്റേൺ റീജിയനിലുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. കഴിഞ്ഞ ക്ലാസ് പറയാണ് അരുണാചൽ പ്രദേശ്. അവിടെയാണ് ആദ്യം സണ്ണൊക്കെ ഉദിക്കുക അല്ലെ, സൂര്യോദയം സംഭവിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ രേഖാംശീയ രേഖാ വ്യത്യാസമാണ് 68 ഡിഗ്രി ഈസ്റ്റ് മുതൽ എവിടെ വരെയാണ്? 97 ഡിഗ്രി ഈസ്റ്റ് വരെയാണ്. ഓക്കെ, 68 ഡിഗ്രി
കേക്ക് മുതൽ 97 ഡിഗ്രി കേക്ക് വരെ ഇന്ത്യയുടെ രേഖാംശീയ രേഖീയ വ്യത്യാസം അഥവാ ലോഞ്ചിറ്റ്യൂഡൽ ഡിഫറൻസ് ഓഫ് ഇന്ത്യ ഈസ് ഫ്രം 68 ഡിഗ്രി ഈസ്റ്റ് ടു 97 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഗുജറാത്ത് ആണ് ഇവിടെയാണ് ഇത് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. അപ്പൊ ഗുജറാത്തില് രാവിലെ 10 മണി ആയിരിക്കുന്ന സമയത്ത് 10 AM ആയിരിക്കുന്ന സമയത്ത് അരുണാചൽ പ്രദേശ് ആണല്ലേ 97 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം അരുണാചൽ പ്രദേശിന്റെ സമയമായിരിക്കും. അപ്പൊ അവിടുത്തെ സമയം എത്രയാണ് നമുക്ക് കണക്കാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മൾ ഇതുവരെ ചെയ്ത മെത്തേഡ് ഉപയോഗിച്ച് തന്നെ നമ്മൾ ചെയ്യുന്ന ഏതാണ് മെത്തേഡ്, ഇത് രണ്ടും നമ്മൾ ഡിഫറൻസ് അല്ലെ 97 68 കുറച്ച് കഴിഞ്ഞ് എത്ര കിട്ടും 29 29 എത്ര കൊണ്ട് ഗുണിക്കുക 4 കൊണ്ട് ഗുണിച്ച് നമുക്ക് 116 മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ 116 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2 hour ആണ്. അപ്പൊ 116 മിനിറ്റ് എന്താണ് 2 മണിക്കൂറിൽ നിന്ന് 4 മിനിറ്റിന്റെ കുറവുള്ളൂ. അഥവാ 1 മണിക്കൂറും 56 മിനിറ്റും അല്ലെ 1 മണിക്കൂറും 1 hour and 56 മിനിറ്റ് ആണ് അല്ലെ 1 മണിക്കൂറും 56 മിനിറ്റും ആണ് ഉള്ളത് എന്നറിയാം. അപ്പൊ നമ്മള് ഈ സമയം എന്ത് ചെയ്യണം ആഡ് ചെയ്യണം അല്ലെ. കേക്ക് ഭാഗമാണ് അല്ലെ 68ന്റെ കേക്ക് ഭാഗത്താണ് 97 ഡിഗ്രി ഈസ്റ്റ് ആണ് കേക്ക് ഭാഗത്ത്. അപ്പൊ നമ്മള് ഈ സമയം ആഡ് ചെയ്യേണ്ടത് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആഡ് ചെയ്ത് നോക്കുക അല്ലെ സമയം എങ്ങനെ മാറ്റം ഉണ്ടാവും. അപ്പൊ ഗുജറാത്തില് 68 ഡിഗ്രി ഗുജറാത്തിൽ 10 മണി ആയിരിക്കുമ്പോൾ അരുണാചൽ പ്രദേശിൽ എത്ര സമയം നോക്കാം. അപ്പൊ 10 മണിയിലേക്ക് 1 മണിക്കൂർ 56 മിനിറ്റ് കൂട്ടുക അല്ലെ 1 മണിക്കൂർ കൂട്ടിയ 11 പ്ലസ് 56 11 56 11 56 AM ഇതായിരിക്കും ഉത്തരം കിട്ടുക. പക്ഷെ ഇങ്ങനെ ഓരോ സംസ്ഥാനത്തും ഓരോ സമയം എന്ന് ഇല്ല നമ്മൾ പറഞ്ഞത്. രാജ്യത്ത് എല്ലായിടത്തും ഒരേ സമയമാണ് കണക്കാക്കുന്നത് അല്ലെ. ഇപ്പോ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനത്തും ഒരേ സമയമായിരിക്കും. അല്ലാതെ ഇതേപോലത്തെ ആയിരിക്കില്ല. ഗുജറാത്തിൽ 10 മണി ആയിരിക്കുമ്പോൾ അരുണാചൽ പ്രദേശിൽ 11:56 ആയിരിക്കില്ല അല്ലെ. അത് പ്രാദേശിക സമയം കണക്കാക്കുമ്പോൾ ഉള്ള പ്രശ്നമാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറയല്ലേ. ലോക്കൽ ടൈം മെഷർ ചെയ്യുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലേ. റെയിൽവേ സമയം മെഷർ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. നാഷണൽ ആയിട്ട് നടത്തുന്ന നാഷണൽ ലെവലിൽ നടത്തുന്ന എക്സാമിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ മറ്റ് റേഡിയോ ടെലിവിഷൻ ഇതിലൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാംസിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി രാജ്യത്ത് എല്ലായിടത്തും ഒരൊറ്റ സമയം കണക്കാക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള സമയത്തെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ടൈം അഥവാ മാനക സമയം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം എന്ന് വിളിക്കുന്നു. സ്റ്റാൻഡേർഡ് സമയം എന്ന് വിളിക്കുന്നു. എന്താ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് ഇന്ത്യയുടെ രേഖാംശീയ രേഖ വ്യത്യാസം 68 ഡിഗ്രി കേക്ക് മുതൽ 97 ഡിഗ്രി കേക്ക് വരെ. അപ്പൊ നമ്മൾ ഇതിനൊരു ഒറ്റ സ്റ്റാൻഡേർഡ് മാത്രമേ എടുക്കുന്നു. ഒരു രേഖാംശ രേഖ മാത്രമേ നമ്മൾ കണക്കാക്കുന്നതാണ്. ഇതിന്റെ മിഡിലൂടെ പാസ് ചെയ്യുന്ന രേഖാംശ രേഖ. അപ്പൊ ഇന്ത്യന്റെ മിഡിലൂടെ 68ന്റെയും 97ന്റെയും മിഡിൽ എന്ന് പറഞ്ഞാൽ 82.5 ഡിഗ്രി ഈസ്റ്റ് അഥവാ 82.5 ഡിഗ്രി കിഴക്ക്. ഓക്കെ 82.5 ഡിഗ്രി ഈസ്റ്റിലെ സമയത്തെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയും. അപ്പൊ ഇതാണ് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് ടൈം. ഇതിനാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയും. ഇതിന്റെ ബേസിലാണ് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തെയും സമയം കണക്കാക്കുന്നത്. ഇപ്പൊ ഇന്ത്യത്തെ കാര്യം പറയാം. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ എല്ലായിടത്തും ഇതേപോലെ തന്നെയാണ്. ഒരുപാട് സ്റ്റാൻഡേർഡ് സമയത്തിന്റെ ബേസിലാണ് അല്ലെ. ഇപ്പം അമേരിക്കയിലാണെങ്കിൽ അവിടെ ഒരു സ്റ്റാൻഡേർഡ് സമയം ഉണ്ടായിരിക്കും. അതിന്റെ ബേസിലായിരിക്കും അവർക്ക് സമയം കണക്കാക്കുക. ന്യൂയോർക്കിലാണെങ്കിൽ അതിന്റെ ബേസിലായിരിക്കും കണക്കാക്കുക. ചില രാജ്യങ്ങളാണെങ്കിൽ 1 2 ഒന്നിൽ കൂടുതൽ സ്റ്റാൻഡേർഡ് സമയമുള്ള രാജ്യങ്ങളുണ്ട്. അതായത് വലിയ വിസ്തീർണമുള്ള രാജ്യം. ഇപ്പൊ റഷ്യ പോലെ വലിയ വിസ്തീർണമുള്ള രാജ്യത്തൊക്കെ ഒരു സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കിയാൽ അവരുടെ സമയം മെഷർമെന്റ് ചില പ്രശ്നങ്ങൾ. ഇപ്പം ചില സ്ഥലത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 2 സ്റ്റാൻഡേർഡ് സമയമുള്ള രാജ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പൊ ഇന്ത്യന്റെ കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ. 82.5 ഡിഗ്രി ഈസ്റ്റിലെ സമയത്ത് നമ്മൾ പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയും. അപ്പൊ സ്റ്റാൻഡേർഡ് സമയം എന്നാന്ന് ഒന്നുകൂടെ പറഞ്ഞേക്കാം. സ്റ്റാൻഡേർഡ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു രാജ്യത്തിന്റെ ഏറെക്കുറെ മധ്യത്തിലൂടെ അല്ലെങ്കിൽ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന പാസ് ചെയ്യുന്ന രേഖാംശ രേഖത്തെയാണ് അല്ലെങ്കിൽ രേഖാംശ രേഖയാണ് നമ്മള് സ്റ്റാൻഡേർഡ് മെറീഡിയൻ അഥവാ മാനക രേഖാംശം എന്ന് വിളിക്കുക. സ്റ്റാൻഡേർഡ് മെറീഡിയൻ അഥവാ മാനക രേഖാംശം എന്ന് വിളിക്കുക. ഈ മാനക രേഖാംശത്തിലെ സമയത്തെയാണ് നമ്മൾ പറയുന്നത് എന്ത് സ്റ്റാൻഡേർഡ് സമയം അഥവാ മാനക സമയം. ഓക്കെ അപ്പം ഒരു രാജ്യത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശം എന്ന് വിളിക്കുന്നു. ഈ മാനക രേഖാംശത്തിലെ സമയത്ത് എന്ത് വിളിക്കുന്നു സ്റ്റാൻഡേർഡ് സമയം എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണോ? The longitudinal line which passes through the almost middle of a country, it is called standard meridian. It is called a standard meridian. The time calculated in the standard meridian is called standard time. ആ സ്റ്റാൻഡേർഡ് മെറീഡിയനിലെ സമയത്തെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ടൈം. അപ്പൊ ഇത്ര മനസ്സിലാക്കിയത് ഒരു രാജ്യത്തിന്റെ മിഡിലൂടെ കടന്നു പോകുന്ന മധ്യത്തിലൂടെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന
ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്ന് വിളിക്കുന്നു. ആ സ്റ്റാൻഡേർഡ് മെറീഡിയനിലെ സമയത്ത് എന്ന് വിളിക്കുന്നു സ്റ്റാൻഡേർഡ് ടൈം എന്ന് വിളിക്കുന്നു. അപ്പൊ ഇന്ത്യന്റെ ഒക്കെ ആണെങ്കിൽ 82.5 ഡിഗ്രി ഈസ്റ്റ്. ഇതിനെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അപ്പൊ അടുത്താണെന്ത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അഥവാ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അഥവാ IST എന്ന് വിളിക്കുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അഥവാ IST എന്ന് വിളിക്കും. അപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഒന്നുമില്ല, ഇപ്പൊ പറഞ്ഞ സംഭവം തന്നെ. ഇന്ത്യയുടെ രേഖാംശ വ്യത്യാസം 68 ഡിഗ്രി കേക്ക് മുതൽ 97 ഡിഗ്രി കേക്ക് വരെ. അപ്പൊ ഇങ്ങനെ സമയം കണക്കാക്കുന്നവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവുന്നില്ലേ? 10 മണി 1 മണിക്കൂറിന് 56 മിനിറ്റിന്റെ വ്യത്യാസം ഉണ്ടാവും അരുണാചൽ പ്രദേശും ഗുജറാത്തും തമ്മിൽ. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടി ഇന്ത്യന്റെ മിഡിലൂടെ പാസ് ചെയ്യുന്ന രേഖയെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ആയിട്ട് കണക്കാക്കി. ഏതാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ? 82.5 ഡിഗ്രി ഈസ്റ്റ് 82.5 ഡിഗ്രി കിഴക്കിലാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് മെറീഡിയൻ അഥവാ മാനക രേഖാംശം എന്ന് പറയാം. ഓക്കെ, ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ്. ഈ 82.5 ഡിഗ്രി ഈസ്റ്റിലെ സമയത്തെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഈ 82 ഡിഗ്രി ഈസ്റ്റിൽ ഇപ്പൊ എത്രയാണോ സമയം 10 മണിയാണെങ്കിൽ അതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അതാണ് ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലത്തുള്ള സമയം. അവിടെ കണക്കാക്കുന്ന സമയം എത്രയാണോ അതായിരിക്കും സമയം. അല്ലാതെ ഓരോ സ്ഥലത്തും അവിടെ രേഖാംശരേഖന്റെ അടിസ്ഥാനത്തിൽ സമയ വ്യത്യാസം ഉണ്ടാവില്ല. അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് നമ്മൾ വീണ്ടും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അപ്പൊ സ്റ്റാൻഡേർഡ് ടൈം മനസ്സിലാക്കുക, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം മനസ്സിലാക്കുക. ഒന്നും കൂടെ ക്ലിയർ ചെയ്ത് പറയാം. സ്റ്റാൻഡേർഡ് ടൈം അഥവാ മാനക സമയം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയാണ് സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്ന് വിളിക്കാം. ഈ സ്റ്റാൻഡേർഡ് മെറീഡിയനിൽ അഥവാ മാനക രേഖാംശത്തിൽ കണക്കാക്കുന്ന സമയത്തെ ഞാൻ പറയുന്ന പേരാണെന്ത്? സ്റ്റാൻഡേർഡ് സമയം അഥവാ മാനക സമയം എന്ന് വിളിക്കാം. ഓക്കെ, ദ ലോഞ്ചിറ്റ്യൂഡ് വിച്ച് പാസസ് ത്രൂ ദ ഓൾമോസ്റ്റ് മിഡിൽ ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ മിഡിലൂടെ പാസ് ചെയ്യുന്ന longitude which is called standard meridian. വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റാൻഡേർഡ് മെറീഡിയൻ. The time measured in the standard meridian or the time calculated in the standard meridian is called standard time. അപ്പൊ ഇതാണ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയാം. ഓക്കെ, ഇനി IST എന്താന്ന് പറഞ്ഞു? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്താന്ന് പറഞ്ഞു? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് the time which is calculated in the 82.5 ഡിഗ്രി ഈസ്റ്റ്. 82.5 ഡിഗ്രി ഈസ്റ്റിലെ സമയം എത്രയാണോ അതിനെ വിളിക്കുന്ന പേരാണത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് വിളിക്കും. എന്താ വിളിക്കാം? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 82.5 ഡിഗ്രി ഈസ്റ്റ്. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തിന്റെ രേഖാംശ രേഖീയ വ്യത്യാസം എത്രയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. പരീക്ഷയ്ക്ക് ചോദിക്കും ഇന്ന സ്ഥലത്ത് ഇത്രയായിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സമയം എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ ഇന്ത്യയുടെ സമയത്തിന്റെ രേഖാംശ രേഖ വ്യത്യാസം ചിലപ്പോൾ തരണമെന്നില്ല, നമ്മുടെ മനസ്സിലുണ്ടാവണം എത്രയാണ് ഇന്ത്യന്റെ രേഖാംശ രേഖ വ്യത്യാസം, അല്ലെങ്കിൽ ഇന്ത്യയുടെ സമയം കണക്കാക്കുന്ന മാനക രേഖാംശം എത്രയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് ആണെന്ന് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ അതിന്റെ ബേസിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് പഠിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ആണ്. ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് ഗ്രീനിച്ച് സമയമാണ് ആദ്യം പഠിച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ ഗ്രീനിച്ച് സമയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഗ്രീനിച്ച് സമയത്ത് നമ്മള് GMT എന്നാ വിളിക്കാറില്ല. GMT അഥവാ ഗ്രീനിച്ച് മീൻ ടൈം. ഗ്രീനിച്ചിലെ സമയം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഉച്ചക്ക് 12 മണിയായിരിക്കും. ഉച്ചക്ക് 12 മണി വരുമ്പോ 12 noon. ഓക്കെ, ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്ര അഥവാ IST ഇന്ത്യയിലെ സമയം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഗ്രീനിച്ചില് ഉച്ചക്ക് 12 മണി ആയിരിക്കുമ്പോ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്, ആ സെയിം മെത്തേഡ് തന്നെയാണ്. ആദ്യം നമുക്ക് ഗ്രീനിച്ചിലെ സമയം തന്നു അല്ലെ? ഗ്രീനിച്ചിൽ അപ്പൊ നമ്മൾ ആദ്യം തന്നിട്ടുള്ള സമയത്തിന്റെ രേഖാംശ രേഖ വരയ്ക്കാം. ഗ്രീനിച്ചിലെ സമയം. അപ്പൊ ഗ്രീനിച്ചിലെ സമയം എത്രയാണ്? GMT. ഗ്രീനിച്ച് നമുക്കറിയാം എത്ര ഡിഗ്രിയാണ്? 0 ഡിഗ്രിയാണ് അല്ലെ? 0 ഡിഗ്രി ആണ് ഗ്രീനിച്ച് എന്ന് പറയുന്നത്. അവിടുത്തെ സമയം എത്രയാണ്? 12 അല്ലെ? 12 noon ആണ്. 12 noon ആണ്. 12 noon ആണ് ഗ്രീനിച്ചിലെ സമയം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കാണാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്നത് ഇന്ത്യ ഉള്ളത് എത്രയാണ്? ഇന്ത്യയുടെ എത്രയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് അല്ല. അപ്പൊ ഈസ്റ്റ് വരുമ്പോ വലത്തോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ ഇന്ത്യന്റെ ഉള്ള ഈ ഭാഗത്താണ്. അപ്പൊ 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ് അല്ലെ? ഈസ്റ്റ് 82.5 ഡിഗ്രി ഈസ്റ്റിലാണ് ഇന്ത്യയുടേത് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ സമയമാണ് കിട്ടേണ്ടത്. ഓക്കെ, ഇന്ത്യയിലെ സമയമാണ്
കിട്ടുകയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. ആദ്യം രേഖാംശ രേഖ വ്യത്യാസം എന്താ? രണ്ട് രേഖാംശ രേഖകൾ നമ്മൾ വ്യത്യാസം ചെറുതിൽ നിന്ന് വലുത് ഓർക്കുക. ഏതാണ്? വലുതിൽ നിന്ന് ചെറുത് ഓർക്കുക. ഏതാണ്? 82യും 0 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഡിഫറൻസ്? ഒന്നുമില്ല, 82 തന്നെയാണ്. അതായത് 82.5 ഡിഗ്രി തന്നെയാണ് അവിടുത്തെ ഡിഫറൻസ്. ഇതിനെന്ത് ചെയ്യുക? 4 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡ് ഡിഫറൻസ് ആദ്യം കാണാം. ലോഞ്ചിറ്റ്യൂഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് 82 0 കുറച്ചാൽ 82 തന്നെ കിട്ടുക. അപ്പൊ 82.5 ഡിഗ്രി ഭൂമി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? 1 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ 4 മിനിറ്റ് എടുക്കും. അങ്ങനെയാണെങ്കിൽ 82.5 ഡിഗ്രിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കാം. ഇങ്ങനെ 82.5 ഡിഗ്രിനെ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ, അത് നമ്മൾ 82നെ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്കിത് 328 കിട്ടും. പിന്നെ പ്ലസ് ബാക്കി ഇവിടെ അര ഉണ്ട് അല്ലെ, 1/2 × 4 അല്ലെ, 4ന്റെ ഹാഫ് എന്ന് പറയുമ്പോ 2. അപ്പൊ എന്താ കിട്ടുക? 330 മിനിറ്റ്സ് അഥവാ 330 മിനിറ്റ്. ഒന്നുകൂടെ പറഞ്ഞാൽ 82നെ 4 കൊണ്ട് ഗുണിച്ചാൽ 328. ഇനി ഹാഫിനെ 4 കൊണ്ട് ഗുണിച്ചാൽ 2. അപ്പൊ 328ഉം 2 എത്രയാണ്? 330. ഓക്കെ, എത്ര മനസ്സിലാക്കിയത്? 82നെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുക? 330 മിനിറ്റ് എന്നാണ് കിട്ടുക. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇനി നമ്മളിത് മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെ. നമുക്കറിയാം 300 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 300 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിക്കൂറാണ്. ഓക്കെ, 300 മിനിറ്റ് പറഞ്ഞാൽ എത്രയാണ്? 5 മണിക്കൂർ. 600 മിനിറ്റ് ആണ് എത്ര? 10 മണിക്കൂർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 300 മിനിറ്റ് എന്ന് പറയുന്നത് 5 മണിക്കൂറാണ്. ഇനി ബാക്കി എത്രയുണ്ട്? ബാക്കി 30 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പൊ അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 30 മിനിറ്റ്സ്. അപ്പൊ എത്രയാണ്? 5 മണിക്കൂറും 30 മിനിറ്റും. ഓക്കെ, 5 hour and 30 മിനിറ്റ്സ്. 5 മണിക്കൂറും 30 മിനിറ്റും ആണല്ലോ. അപ്പൊ നമുക്കറിയാം ഇന്ത്യ IST ഉള്ളത് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഏത് ഭാഗത്തുള്ളത്? ഈസ്റ്റിലോട്ടേക്കാണ്. അപ്പൊ ഈസ്റ്റിലോട്ടേക്ക് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? സമയം എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, പ്ലസ് ചെയ്യണം അല്ലെ. കിഴക്ക് ഭാഗത്താണുള്ളത്, 82 ഡിഗ്രി കിഴക്കാണുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? സമയം ആഡ് ചെയ്യണം. അപ്പൊ 12 നോണിലേക്ക് 5.5 മണിക്കൂർ കൂട്ടിയാൽ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5.5 മണിക്കൂർ ആഡ് ചെയ്താല് 12 മണിയിലേക്ക് 5.5 മണിക്കൂർ ആഡ് ചെയ്താല് 5:30 അല്ലെ. 12 നോണായിരുന്നു, അപ്പൊ എന്തായിട്ട് മാറും? PM ആയിട്ട് മാറും. ഓക്കെ, 5:30 PM ആയിട്ട് മാറും. അപ്പൊ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. ഗ്രീനിച്ചിലെ സമയവും ഇന്ത്യയിലെ സമയവും തമ്മിലുള്ള സമയ വ്യത്യാസം മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക 5.5 മണിക്കൂറാണ്. ഓക്കെ, 5.5 മണിക്കൂർ. ഇനി ഗ്രീനിച്ചിലെ സമയം തന്ന് ഇന്ത്യയിലെ സമയം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് 5.5 മണിക്കൂർ പ്ലസ് ചെയ്യണം, ആഡ് ചെയ്യണം, കൂട്ടണം. ഇനിയോ ഇന്ത്യയിലെ സമയം തന്നിട്ട് ഗ്രീനിച്ചിലെ സമയം കാണാൻ പറഞ്ഞാലോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5.5 മണിക്കൂർ എന്താ ചെയ്യേണ്ടത്? മൈനസ് ചെയ്യണം, കുറക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഒന്നുകൂടെ പറയാം, ഗ്രീനിച്ചിലെ സമയം ഇന്ത്യയിലെ സമയം തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? 5.5 മണിക്കൂർ. അപ്പം ഗ്രീനിച്ചിലെ സമയം തന്ന് ഇന്ത്യയിലെ സമയം കാണാൻ പറഞ്ഞാൽ 5.5 മണിക്കൂർ ആഡ് ചെയ്യുക. 12 മണിയാണെങ്കിൽ 5.5 മണിക്കൂർ ആഡ് ചെയ്താൽ 5 മണിക്കൂർ. ഇനിയോ ഇന്ത്യയിലെ സമയം തന്ന് ഗ്രീനിച്ചിലെ സമയം കാണാൻ പറഞ്ഞാലോ 5.5 മണിക്കൂർ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അഥവാ 5:30 നിന്ന് 5.5 മണിക്കൂർ കുറച്ച് എന്ത് കിട്ടും? 12 മണി എന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നമുക്ക് ഇനി ഗ്രീനിച്ചിലെ സമയം കാണാം. ഇന്ത്യയിലെ സമയം തന്നിട്ട് ഗ്രീനിച്ചിലെ സമയം കാണാം. ഇന്ത്യയിലെ സമയം അഥവാ IST എന്ന് പറയുന്നത് എത്രയാണ്? 3 AM. ഓക്കെ, 3 AM ആണ് IST എന്ന് പറയുന്നത്. നമുക്ക് കാണാനുള്ളത് GMT ആണ്, അഥവാ ഗ്രീനിച്ചിലെ സമയം എത്രയാണ്? ഓക്കെ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം 3 AM ആയിരിക്കുമ്പോ 3 AM ആയിരിക്കുമ്പോ GMT അഥവാ ഗ്രീനിച്ചിലെ സമയം എത്ര? ഓക്കെ, ഗ്രീനിച്ച് മീൻ ടൈം എത്ര എന്നാണ്. ഓക്കെ, വാട്ട് വിൽ ബി ദ ഗ്രീനിച്ച് മീൻ ടൈം ഇഫ് ഇറ്റ് ഈസ് 3 AM അറ്റ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം? ഇന്ത്യയിൽ 3 AM ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം അല്ലെ. നമ്മൾ പറഞ്ഞാണ് ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ സമയം തന്ന് ഗ്രീനിച്ചിലെ സമയം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? 5.5 മണിക്കൂർ മൈനസ് ചെയ്യണം അല്ലെ. നേരത്തെ നമ്മള് എന്താ ചെയ്ത്? ഗ്രീനിച്ചിലെ സമയം നിന്ന് ഇന്ത്യയിലെ സമയം കാണാൻ പറഞ്ഞപ്പോ 5.5 മണിക്കൂർ ആഡ് ചെയ്യുക ചെയ്ത്. ഇനി എന്താ ചെയ്യേണ്ടത്? 5.5 മണിക്കൂർ എന്ത് ചെയ്യണം? കുറക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ ചെയ്യാന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നേരെ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എന്നാലും നമ്മൾ സ്റ്റെപ്പ് വഴി ഒന്നുകൂടെ ചെയ്ത് നോക്കും. ഓക്കെ, നമ്മൾ സ്റ്റെപ്പ് ഉപയോഗിച്ച് ഏതൊക്കെയാണ് 1 by സ്റ്റെപ്പ് അല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് വരക്കല്ലേ. ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തിന്റെ ഇന്ത്യയുടെ ഡിഗ്രി എത്രയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് അല്ലെ. 82.5 ഡിഗ്രി കിഴക്കാണ്. അത്രയും സമയം 3 AM അല്ലെ. 3 AM ആണ്. അങ്ങനെയാണെങ്കിൽ
ഗ്രീനിച്ച് അല്ലെ ഇന്ത്യന്റെ ഗ്രീനിച്ച് പറയുമ്പോ എവിടെ വരിക? ഈ ഭാഗത്തല്ല, ഇന്ത്യന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഗ്രീനിച്ച് ഉള്ളത് അല്ലെ. ഗ്രീനിച്ചിന്റെ കിഴക്ക് ഭാഗത്താണെങ്കിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇതില് ഗ്രീനിച്ച് അല്ലെ. 0 ഡിഗ്രി അല്ലെ ഗ്രീനിച്ച്, അപ്പൊ ഇവിടെ ആയിട്ട് വരും. ഓക്കെ, 0 ഡിഗ്രി ഗ്രീനിച്ച് 0 ഡിഗ്രി എന്ന് പറയും. ഓക്കെ, 0 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ ഗ്രീനിച്ചിലെ സമയമാണ് കിട്ടേണ്ടത്, 0 ഡിഗ്രിയിലെ സമയം. അപ്പൊ നമ്മള് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആദ്യം നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ്, രണ്ട് ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ ഡിഫറൻസ് കാണുക, രേഖാംശ രേഖകൾ നമ്മൾ വ്യത്യാസം കാണുക. എത്രയാണ് നേരത്തെ കണ്ടുപോകുന്നത്? 82.5 ഡിഗ്രി അല്ലേ. 82.5 ഡിഗ്രി. ഇതിനെന്തുകൊണ്ട് ഗുണിക്കുക? 4 കൊണ്ട് ഗുണിക്കുക. നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. നേരത്തെ നമ്മൾ ചെയ്തപ്പോ നമുക്ക് ഇത് കിട്ടി 330 മിനിറ്റ്സ് എന്ന് കിട്ടി അല്ലെ. 330 മിനിറ്റ്സ് വിച്ച് മീൻസ് 5 hours and 30 മിനിറ്റ്സ്. 5 മണിക്കൂറും 30 മിനിറ്റും ആണ് എന്ന് കിട്ടും. അപ്പൊ ഈ 5 മണിക്കൂറും 30 മിനിറ്റും എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് എന്ത് ചെയ്യണം? ഗ്രീനിച്ചിൽ ഇന്ത്യയിലെ സമയം തന്നിട്ട് ഗ്രീനിച്ചിലെ സമയം കാണാനാ പറഞ്ഞു. അപ്പൊ ഇന്ത്യന്റെ കിഴക്ക് ഭാഗത്താണ്, വെസ്റ്റ് റീജിയനിലാണ് ഗ്രീനിച്ച് ഉള്ളത്. അതുകൊണ്ട് സമയം എന്താ ചെയ്യേണ്ടത്? മൈനസ് ആണ് ചെയ്യേണ്ടത്, കുറക്കാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം 3 മണിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 5.5 മണിക്കൂർ കുറച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് അല്ലെ? ഇത് കുറച്ചു കഴിഞ്ഞാല് 3 മണിയിൽ നിന്ന് 3 AM നിന്ന് എത്ര കുറക്കേണ്ടത്? 5:30 അല്ലെ. 5 മണിക്കൂറും 30 മിനിറ്റും കുറച്ചു കഴിഞ്ഞാൽ അല്ലെ, 3 മണിയിൽ നിന്ന് 5 മണിക്കൂറും 30 മിനിറ്റും കുറച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുക? 9:30 അല്ലെ. ഇവിടെ AM ആയിരുന്നു. അപ്പൊ 12 മണി ഇങ്ങോട്ട് ബാക്കോട്ട് വന്നപ്പോ 12 മണി ക്രോസ് ചെയ്തു. അപ്പൊ AM ഉള്ള എന്തായിട്ട് മാറും? PM ആയിട്ട് മാറും. ഓക്കെ, 9:30 PM ആയിട്ട് മാറും. അപ്പൊ ഇവിടെയുള്ള സമയം എത്ര കിട്ടുക? 9:30 PM എന്ന് കിട്ടും. ഓക്കെ, 9:30 PM എന്നാണ് കിട്ടുക. അപ്പം ഇത് മനസ്സിലുണ്ടായിരിക്കുക. ഗ്രീനിച്ചിലെ സമയം തന്ന് ഇന്ത്യയിലെ സമയം കാണാനാണ് പറഞ്ഞതെങ്കിൽ 5.5 മണിക്കൂർ ആഡ് ചെയ്യണം, പ്ലസ് ചെയ്യണം, കൂട്ടണം. ഇനിയോ ഇന്ത്യയിലെ സമയം IST തന്നു, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം തന്നിട്ട് നമ്മളോട് ഗ്രീനിച്ചിലെ സമയം കാണാൻ പറഞ്ഞാലോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5.5 മണിക്കൂർ എന്താ ചെയ്യേണ്ടത്? മൈനസ് ആണ് ചെയ്യേണ്ടത്, കുറക്കാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ നമ്മൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് 2 പ്രോബ്ലംസ് തന്നുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ മറ്റുള്ള ചില ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളും തരും. ഇത് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഈ പ്രോബ്ലംസ് എന്നിട്ട് അവസാനിപ്പിക്കണം. ഇതാണ് ചോദ്യം. ഗ്രീനിച്ച് സമയം 1 AM ആയിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്ര? ഓക്കെ, വാട്ട് വിൽ ബി ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഇഫ് ഇറ്റ് ഈസ് 1 AM അറ്റ് GMT അഥവാ ഗ്രീനിച്ച് മീൻ ടൈം? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, what will be the Greenwich Mean Time if it is 6:30 PM at Indian Standard Time? ഇന്ത്യയിലെ സമയം 6:30 PM ആയിരിക്കുന്ന സമയത്ത് ഗ്രീനിച്ചിലെ സമയം എത്ര? ഓക്കെ, ഇന്ത്യയിലെ സമയം 6:30 PM ആയിരിക്കുന്ന സമയത്ത് ഗ്രീനിച്ചിലെ സമയം എത്ര? അപ്പൊ ഈ 2 ചോദ്യവും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്ര ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ട്. അപ്പൊ ഇന്ന് പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം. നമ്മൾ പഠിച്ച ഭാഗമാണ് അല്ലെ, ഗ്രീനിച്ച് സമയം എന്താന്ന് പഠിച്ചു അല്ലെ, ഗ്രീൻവിച്ച് ടൈം എന്താന്ന് പഠിച്ചു അല്ലെ. ഞാൻ പറഞ്ഞു 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ എന്ന് വിളിക്കുന്നത് അല്ലെ. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ഗ്രീനിച്ച് ലൈൻ. ഓക്കെ, ഈ ഗ്രീനിച്ച് ലൈനിലെ സമയത്തെയാണ് നമ്മൾ എന്ത് പറയാ? ഗ്രീനിച്ച് ടൈം എന്ന് പറയുന്നത്. ദ ടൈം മെഷേർഡ് അറ്റ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് കോൾഡ് ഗ്രീനിച്ച് ടൈം. ഇനി ഈ ഗ്രീനിച്ച് സമയത്ത് നമ്മൾ GMT എന്ന് വിളിക്കാറുണ്ട്, ഗ്രീനിച്ച് മീൻ ടൈം എന്ന് വിളിക്കാറുണ്ട്. പിന്നെ പറഞ്ഞു ഗ്രീനിച്ച് സമയത്തെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നതാണെങ്കിൽ പ്രൈം മെറീഡിയൻ. അതിന് അങ്ങനെ പ്രൈം മെറീഡിയൻ എന്ന് വിളിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു. കാരണം ലോകത്തെ എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും സമയം കണക്കാക്കുന്ന എന്തിന്റെ ബേസിലായിരിക്കും? ഗ്രീനിച്ച് സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും. ഓക്കെ, വേൾഡ് വൈഡ് ആയിട്ട് സമയം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഗ്രീനിച്ച് സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ദ ടൈം കാൽക്കുലേറ്റഡ് വേൾഡ് വൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഗ്രീനിച്ച് ടൈം. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ്
പ്രൈം മെറീഡിയൻ. സോ ഇറ്റ് ഈസ് കോൾഡ് പ്രൈം മെറീഡിയൻ. പിന്നെ നമ്മൾ പഠിച്ചാണ് ടൈം സോൺ എന്താന്ന് പഠിച്ചു ഇല്ലേ? ടൈം സോൺ എന്ന് പറയുന്നത് ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ 15 ഡിഗ്രി രേഖാംശ രേഖ വ്യത്യാസത്തിൽ സമയ വ്യത്യാസമുള്ള 24 മേഖലകളാക്കി ലോകത്തെ തിരിച്ചിരിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? ടൈം സോൺ എന്ന് പറയാം. ഓക്കെ, ദ വേൾഡ് ഈസ് ഡിവൈഡ് ഇൻ ടു 24 സോൺ ഓൺ ദ ബേസിസ് ഓഫ് ഗ്രീൻവിച്ച്, ഈച്ച് ലൈൻ അറ്റ് ഡിഫറൻസ് ഓഫ് 1 hour ഓർ 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. അതിനെയാണ് നമ്മൾ ടൈം സോൺ എന്ന് വിളിക്കാം. പിന്നീട് പറയാൻ സ്റ്റാൻഡേർഡ് ടൈം. സ്റ്റാൻഡേർഡ് സമയം എന്താന്ന് പറഞ്ഞു? സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖയിൽ അല്ലെങ്കിൽ രേഖാംശ രേഖയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് മെറീഡിയൻ അഥവാ മാനക രേഖാംശം എന്ന് വിളിക്കുക. ഈ മാനക രേഖാംശത്തിലെ സമയത്തെയാണ് സ്റ്റാൻഡേർഡ് സമയം, മാനക സമയം എന്ന് വിളിക്കുക. ഓക്കെ, the line which passes through the almost middle of a country is called standard meridian. The time measured at standard meridian is called standard time. പിന്നെ നമ്മൾ പഠിച്ചാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, IST. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഓഫ് ഇന്ത്യ. 82.5 ഡിഗ്രി ഈസ്റ്റിലുള്ള കിഴക്കിലുള്ള രേഖാംശ രേഖയാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് വിളിക്കുക. ഈ 82.5 ഡിഗ്രി ഈസ്റ്റിലുള്ള സമയത്തെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ ടൈം മെഷേർഡ് അറ്റ് 82.5 ഡിഗ്രി ഈസ്റ്റ് ഈസ് കോൾഡ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്തു. ഇനിയും ചോദ്യങ്ങൾ ചെയ്യാണ്ട് ഇതിന്റെ ബാക്കിയുള്ള പ്രോബ്ലംസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ, ഇനി ചെറിയൊരു ഭാഗം കൂടെ ഈ ചാപ്റ്ററിൽ എടുക്കാനുള്ളൂ. അപ്പോൾ ആ ഭാഗം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അവസാനിപ്പിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.